വനിതകൾക്കായി 90+ മിനി ഡീലർ ഹബ്ബുകൾ നൽകുന്നു. സ്വന്തം നാട്ടിൽ സ്വന്തം ബിസിനസ് തുടങ്ങാം. ഇപ്പോൾ തന്നെ കുഞ്ഞു താരങ്ങളുടെ രാഗനിലാവിന്റെ പാട്ടുചന്തത്തിന് കൂട്ടാവാം. ഹൃദ്യസ്വര മാധുരിയുടെ വിസ്മയ വിരുന്നു പകർന്ന കൊച്ചുമിടുക്കൻ. വെൽക്കം ശ്രീനന്ദ ഓൺ സ്റ്റേജ്. ഹലോ ഹലോ. എടാ, നിനക്ക് ഈ മുക്കാ പാന്റ് ആണോ ഇഷ്ടം? അതെ. ഈ മുഴുവൻ പാന്റ് എന്താണ് ഇഷ്ടമില്ല? മുഴുവൻ പാന്റ് ഇഷ്ടമാണ്, പക്ഷെ കൂടുതൽ ഇതാണല്ലേ ഇഷ്ടം? അതെന്തുകൊണ്ടാ? അത് എനിക്ക് പാന്റ് ഇഷ്ടമാണ്, പക്ഷെ അമ്മ എപ്പോഴും പറയും ഇത് ഇടുന്നു. അമ്മ എപ്പോഴും നിർബന്ധിക്കുന്നു അവനെ. അപ്പൊ പാന്റ് ഇട്ടാല് വലിയ കുട്ടീനെ പോലെ തോന്നും. അപ്പൊ ആണോ? അത് ശരി. മൂക്കാപ്പൻ്റെ കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, അനു മാമിന് അസൂയ. കാരണം വേറെ ഒന്നുമല്ല, പിള്ളേർ വരുമ്പോ പാട്ട് പഠിച്ചിട്ടുണ്ടോന്ന് ചോദിക്കുന്നത്, നീ എന്ത് മുക്കാപ്പാൻറ് ഇട്ടത്? അല്ല, പാന്റ് നിനക്ക് മുഴുവൻ പാൻറ് ഇട്ട എന്ത്? കാണാനൊരു രസം വേണ്ടേ, അതുകൊണ്ടല്ലേ. അതെന്തിനാ ചോദിക്കുന്നത്? എന്തിനാ? നീ ഇപ്പൊ ഏത് പാട്ട് പാടാനാ പോകുന്നത്? ഒരു തലം മാത്രം വിടർന്നു. ഒരു തലം മാത്രം വിടർന്നൊരി അല്ലേ ആ പാട്ടല്ലേ? ഓൾ ദി ബെസ്റ്റ്. ആരാ എഴുതിയത്? എഴുതി ONV കുറുപ്പ് സർ. സംഗീതം സംഗീതം MG രാധാകൃഷ്ണൻ സർ. കേൾക്കാൻ വേണ്ടിയാ. എന്റെ ചേട്ടന്റെ പേരൊന്ന് കേട്ടോട്ടെ. അതെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനി മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനി മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. തരളകാപൂലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു. ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനി മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. ഒതുക്കിയതെല്ലാം വിരലിന്റെ തുമ്പിൽ തുടിച്ചു നിന്നു. പറയാതെ കൊക്കിൽ ഒതുക്കിയതെല്ലാം വിരലിന്റെ തുമ്പിൽ തുടിച്ചു നിന്നു. ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനി മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. തരളകാപൂലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു. ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനി മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. ഒരു മൺചുമരിന്റെ നെറുകയിൽ നിന്നെ ഞാൻ ഒരു പൊൻതിടമ്പായെടുത്തു വച്ചു. ഒരു മൺചുമരിന്റെ നെറുകയിൽ നിന്നെ ഞാൻ ഒരു പൊൻതിടമ്പ
ഒരു ചെമ്പനി മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. ശ്രീനന്ദ് കുട്ട, സർ. ഞാൻ എന്ത് പറയാൻ. ONV സാറിൻ്റെ രചന, MGRൻ്റെ സംഗീതം, ദാസേട്ടൻ്റെ ശബ്ദം, അമൃതവർഷിണി രാഗം, ജാലകം. എനിക്ക് തോന്നുന്നു ഹരികുമാർ സാറിൻ്റെ പടമാണെന്ന് തോന്നുന്നു ജാലകം. അശോകൻ പാർവതി, നല്ല എന്താ പറയുന്നത്, ഒരു പളുങ്കൻ പടം. ആ പടത്തിലെ ഒരു പപ്പളുങ്കൻ പാട്ട് നീ എടുത്തു വെച്ച് പപ്പളങ്കനായിട്ട് നീ പാടി. ഒന്നും പറയാനില്ല, അസാധ്യമായിരുന്നു. ഒരുപാട്, അതായത് 99% നന്നായിരുന്നു. ആ ഹമ്മിങ് മാത്രം ഒന്ന് നിനക്കൊന്ന് ഒന്ന് പാടി നോക്കിയ മോനെ. അത് തന്നെ മോ പാടിയപ്പോഴേ ഒരു ഹാ വന്നു. ആയാണ്, അകാരമാണ്, ഹാകാരമല്ല. അടുത്ത് അവിടെ ആ സ്വിങ്ങോട് കൂടി പോട്ടെ. ബെറ്റർ. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. മോൻ്റെ മൈക്കിൻ്റെ ആ പൊസിഷൻ ഉണ്ടല്ലോ, കറക്റ്റായിട്ട് കുറച്ചടുത്ത് പോയി കഴിഞ്ഞാൽ അത് ഡിസ്റ്റോർട്ട് ചെയ്യും. വളരെ കൃത്യമായിട്ട് പിടിച്ചു, ഒരു ഡിസ്റ്റോർഷനില്ല പാടിയത്. എനിക്ക് ഈ ഒരു പോർഷൻ മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. ബാക്കി ഒരുപാട് സ്ഥലത്ത് എന്താ പറയുന്നത്, വിരലിൻ്റെ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ വുഡ് ഫീൽ എല്ലാം എവറിത്തിങ്, അക്ഷരസ്ഫുടത എല്ലാം മോന് നന്നായിട്ടുണ്ട്. എനിക്ക് വലിയൊരു നമസ്തേ പറയണ്ടേ ഇതിൻ്റെ ഡയറക്ടറിൻ്റെ അടുത്താണ്. അദ്ദേഹം ഒരുപാട് നല്ല സിനിമകളെടുത്ത ഒരു ഡയറക്ടറാണ് ഹരികുമാർ. ചേട്ടന് ഒരു നമസ്കാരം. ഹലോ. അദ്ദേഹത്തിൻ്റെ ഒരു പടത്തിലേക്കാണ് കാവാലൻ സാറും എൻ്റെ ചേട്ടനും കൂടെ ഒരു പാട്ടെടുത്തിട്ട് അവസാനം അത് നടന്നില്ല പടം. ആ വാശിക്ക് എൻ്റെ ചേട്ടൻ അത് ഓൾ ഇന്ത്യ റേഡിയോയിൽ അത് റെക്കോർഡ് ചെയ്ത് ദാസേട്ടനെ കൊണ്ട് തന്നെ പാടിച്ചു. ഘനശ്യാമസന്ധ്യാഹൃദയം നിറയേ മുഴങ്ങി മഴവില്ലിൻ മാണിക്യ വീണ ഘനശ്യാമസന്ധ്യാഹൃദയം. കേട്ടുണ്ടോ ഈ പാട്ട്? നീരാഞ്ജന സമരുചിരം. അങ്ങനെ ഒരു മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ്. ഇതിൻ്റെ കൂട്ടത്തിലൊരു പാട്ടും കൊണ്ട് പൂമുണ്ടും തോളത്തിട്ട് പൂക്കച്ചക്കെട്ടും കെട്ടി പുരക്കളി കാണാൻ വന്നു മാരൻ പൂമാരൻ പുതുമാരൻ പുതുപുത്തൻ പൂമാരൻ. അങ്ങനെ 2 പാട്ട് റെക്കോർഡ് ചെയ്തു. പെട്ടെന്ന് ഓർമ്മ വന്നു. എന്തായാലും താങ്ക് യു ഫോർ ദ ഗുഡ് സെലക്ഷൻ. ശ്രീനന്ദ്, ഇപ്പം എൻ്റെ കുട്ടിക്കാലത്ത് ഇറങ്ങിയ പാട്ടാണിത്. അതുകൊണ്ട് തന്നെ എനിക്കിത് കേൾക്കുമ്പം ജസ്റ്റ് ഒരു ട്യൂൺ മാത്രമല്ല, ഇതൊരു വികാരമാണ്, ഒരു ഇമോഷനാണ് ഈ പാട്ട്. അത് മോൻ വളരെ വളരെ കെയർഫുള്ളായിട്ട് തന്നെ കേട്ട് പഠിച്ചു, അടിപൊളിയായിട്ട് പാടി. അതാണ് നമ്മളെല്ലാവരും അവസാനം സ്റ്റാൻഡിങ് ഒവേഷൻ തന്നെ തന്നത്. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു പ്രശ്നം എനിക്ക് ഇന്നും തോന്നി, ലോങ് റണ്ണിൽ മോൻ അത് ശ്രദ്ധിക്കണം. നേസൽ ടോൺ ശരിക്കും ചില അക്ഷരങ്ങൾ പറയുമ്പോൾ വരുന്നുണ്ട്. അത് ഇതിൽ ഏറ്റവും കൂടുതൽ എവിഡൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് മുകുളമായി എന്ന് പറയുമ്പോൾ മാത്രം മോൻ്റെ ടോൺ മാറുന്നുണ്ട്. പിന്നെ നിന്നു, ഈ 2 വാക്ക് ഇപ്പം ഒന്ന് മോൻ പാടിയ രീതിയിലൊന്ന് പാടിയ മോൻ പാടിയത് മാതിരി പാടണം. ഇപ്പം അത് മാറ്റരുത്. ഒരു തലം മാത്രം ക്ലീൻ വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ. മുകുളമാമാ വരുന്നുണ്ട്, മുകുളമാ അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു തളം എന്ന് പറഞ്ഞ അതേ ടോണിൽ തന്നെ, അത് ടോൺ പതുക്കെ മോൻ മുകളിലോട്ടേക്ക് മൂക്കിലേക്ക് വിടുന്നുണ്ട്. പിന്നെ നിന്നു പാടുമ്പോഴും വന്നു. ഒന്ന് പാടിയേ. മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. മായിലും അപ്പൊ മോൻ അത് അങ്ങനത്തെ ഓരോ അക്ഷരങ്ങൾ വരുമ്പോൾ മോൻ പ്രത്യേകിച്ച് കെയർ എടുക്കണം. അതിന് ചില വാക്കുകൾ വരുമ്പോഴാണ് ഇത് വളരെ എവിഡന്റ്. എല്ലാ പാട്ടിലും ഉണ്ട് അത്. പക്ഷേ മോൻ്റെ സിംഗിങ് വളരെ നല്ലതായതുകൊണ്ട് അത് മാത്രം ഒരു ഡിഫക്റ്റായിട്ട് മോൻ്റെ പാട്ടിനെ കുറയ്ക്കാൻ നമുക്ക് ആർക്കും അതൊരു ഹൈലൈറ്റ് ആയിട്ട് പറയാൻ ആവശ്യം തോന്നിയിട്ടില്ല. പക്ഷെ മോൻ അത് ശ്രദ്ധിക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ.
ശ്രീനന്ദ് മാം അസാധ്യമായിരുന്നു കേട്ടോ. താങ്ക് യു. അതിമനോഹരമായിരുന്നു. എസ്പെഷ്യലി ആ തുടക്കം ഒരു ദളം ആ നോട്ട്സിന്റെ പ്രിസിഷൻ അല്ലേ, പിന്നെ ആ ടൊണാലിറ്റി, അതൊക്കെ വളരെ ഡിവൈൻ ആയിരുന്നു കേട്ടോ. താങ്ക് യു മാം. ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു തരളകപോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് പറയാനൊന്നുമില്ല. നല്ല ടൊണാലിറ്റിയാ, നല്ല ഒരു മെച്ചോറിറ്റിയാ. പാട്ടിന്റെ എന്താണ് ഒരു സ്പിരിറ്റ് അത് ഉൾക്കൊണ്ടാണ് ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മാം. അമൃതവർഷിനെ പറയുമ്പോൾ മധുക്ക് അറിയാമോ, നമ്മുടെ ദാസേട്ടൻ പാടിയ ഒരു വളരെ പോപ്പുലർ സോങ് ഉണ്ട്, ജാനകി അമ്മാവും ഒരുമിച്ച് പാടിയ പാട്ട്. അത് ഞങ്ങൾ പാടിത്തരാം. മാമരയിലൈ മേലേ மாமரயிலை மேலே மார்கழி பனி போலே பூமகள் மடி மீது நான் தூங்கவோ. மாமரயிலை மேலே மார்கழி பனி போலே பூமகள் மடி மீது நான் தூங்கவோ. ശ്രീനന്ദൂട്ടാ, കാലയ്ക്ക് ഉഗ്രനായിരുന്നു കേട്ടോ. വളരെ നന്നായിട്ട് പാടി. ഒരു സംഭവം തന്നെയാണ്. ഓക്കെ, താങ്ക് യു സർ. മോൻ കൊടുത്ത എക്സ്പ്രഷൻസ് ഒക്കെ വളരെ നന്നായിരുന്നു. എനിക്ക് തോന്നി എസ്പെഷ്യലി ആ തഴുകാതെ തഴുകാതേക്ക് മുമ്പുള്ള കാര്യം ഞാൻ ഈ പറയണത്. തരളക്ക് അതത്തിരി കുറച്ചും കൂടി ഒതുക്കാം വേണമെങ്കിൽ. അവിടെ കുറച്ചും കൂടി മോൻ കുറേം കൂടി ഓപ്പൺ ആയിട്ട് പാടി. ബാക്കിയെല്ലാം സൂപ്പറായിട്ട് പാടി കേട്ടോ. മോന് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട് കേട്ടോ. 100% ഷുവറാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ശ്രീനന്ദ് സർ. ഇന്ന് മോന് അങ്കിള് തരുന്ന മാർക്ക് 9.7. താങ്ക് യു സർ. ശ്രീനന്ദ് 9.25. താങ്ക് യു സർ. ഞാനും മധുവേച്ചനും ഒരുമിച്ച് 9.75. താങ്ക് യു മാം. താങ്ക് യു സർ. So you got 28.75 out of 30. താങ്ക് യു സർ. അപ്പൊ ശ്രീനന്ദ്, കൺഗ്രാറ്റുലേഷൻസ്, യു ഗോട്ട് എ ഗോൾഡൻ ക്രൗൺ. താങ്ക് യു സർ. അപ്പൊ ഒരു പുതിയ പൂക്കുറ്റി ആയാലോ? അടി ഒരു പുതിയ പൂക്കുറ്റി. Congratulations, you are awarded a golden crown. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മനസ്സിലായിരം കസവ് നെയ്യുമീ നെയ്യാമ്പൽ പൂവെന്നോരത്ത് ചെറുകുറുമ്പുമായി ചിറകുരുമ്മിടും ചങ്ങാലിക്കൂട്ടം ചാരത്ത് ഒരു നിഴല് പോൽ നിന്നിനവുകളിൽ ചിരി മധുരമായി നോവുകളിൽ ഒരു തെമ്മാടിക്കൂട്ടിനുണ്ടേ. വനിതകൾക്ക് കേരളക്കരയാകെ ബിസിനസ് അവസരങ്ങളുമായി 90+ മൈ ട്യൂഷൻ ആപ്പ്. നിങ്ങൾക്കുള്ളിലെ ബിസിനസ് സംരംഭകയ്ക്ക് മുതൽ മുടക്കാണോ തടസ്സം? എങ്കിൽ ഇനി വളരെ എളുപ്പത്തിൽ ചെറിയ മുതൽ മുടക്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാം. 65,000 രൂപ മുതൽ മുടക്കിൽ യാതൊരു ഡിപ്പോസിറ്റും ഇല്ലാതെ 90+ന്റെ മിനി ഡീലർ ഹബ്ബുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. സ്വന്തം നാട്ടിൽ അഭിമാനത്തോടെ സ്വന്തം ബിസിനസ് തുടങ്ങാം. ഇന്ത്യയിൽ അതിവേഗം വളരുന്ന എഡ്യൂടെക് ബിസിനസിന്റെ ഭാഗമാകാൻ www.mytutionapp.com എന്ന വെബ്സൈറ്റിൽ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. ചിരിയുടെ പകിട്ടുമായി വരുന്ന കുഞ്ഞുകൂട്ടിലെ കുട്ടിക്കുറുമ്പൻ. വെൽക്കം കൃഷ്ണജിത്ത്.
വേറെ വരുമോ നോക്കാം. ഒരെണ്ണം പോയാൽ ഉടനെ വേറൊരെണ്ണം വരാൻ ഇതെന്താടാ പ്രൈവറ്റ് ബസ്സാ? പോയതെന്റെ പെണ്ണാടാ, എന്റെ ചങ്ക്, എന്റെ കർള്. എടാ സരളന്നല്ലേ? അല്ലടാ, അവളെന്റെ കർളാടാ. നീ ഇങ്ങനെ കാറില്ലേ? എടാ കടിക്കനിട്ടവള് പോയാ കമ്മലിട്ടവള് വരും. പണയം വെക്കാൻ ഒരു ആഭരണമല്ലടാ എനിക്ക് വേണ്ടത്. എന്നെ സ്നേഹിക്കുന്ന ഒരു പെണ്ണാ ചകാബുവാ. എനിക്കിനി ജീവിക്കണ്ട. അയ്യോ എന്റെ ജീവൻ പോയേ. ഇവിടെ എത്ര വിട്ട നീ എത്തോ? എടാ ആ ജീവൻ പോയ കാര്യമല്ല, ആ പെണ്ണ് പോയ കാര്യമാ പറഞ്ഞത്. എടാ ഇവിടെ എവിടെയോ പട്ടി വെച്ച് കിടപ്പുണ്ട് കേട്ടാ, നമുക്ക് ഇവിടുന്ന് പോവാം. എടാ പട്ടി വെച്ച് കിടക്കുന്ന അല്ല, ആ വേട്ടാവളിയിൽ ഇരുന്ന് മോങ്ങുന്നേ. പാടിക്കോടാ, നീ പാടിക്കോ. പാടി പാടി നിന്റെ മനസ്സിലെ വിഷമം ഒക്കെ തീർക്ക്. നമ്മുടെ ചന്ദിരൻ കുഞ്ഞ് പാവം, നമ്മുടെ ചന്ദിരൻ കുഞ്ഞ്, നമ്മുടെ ചന്ദിരൻ കുഞ്ഞ് പാവം, നമ്മുടെ ചന്ദിരൻ കുഞ്ഞ്. കള്ളു കുടിക്കാൻ തെങ്ങേ കേറി, കള്ളു കുടിച്ചപ്പം തെങ്ങിന്ന് വീണേ. കള്ളു കുടിക്കാൻ തെങ്ങേ കേറി, കള്ളു കുടിച്ചപ്പം തെങ്ങിന്ന് വീണേ. എന്താണ് ഇവിടെ? ഞാൻ നശിച്ചളിയാ, ഞാൻ
നശിച്ച്. കഞ്ഞിവെള്ളം കുടിച്ചാ മുഴുക്കുടിയനാവോ? ഇല്ല, കള്ളാന്ന് പറഞ്ഞ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം ഞാൻ നിനക്ക് തന്നത്. ആണോ? അപ്പൊ ഞാൻ ഫിറ്റ് ആയില്ലേ അളിയ? അയ്യോ, ഇപ്പൊ എനിക്ക് ഫിറ്റ് ആയി കാണാം. കൃഷ്ണു സാർ സൂപ്പർ ആയിരുന്നു. താങ്ക് യു സാർ. കൃഷ്ണന്റെ അഭിനയം എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. കാരണം കലക്കി ആദ്യം തൊട്ട് അവസാനം വരെ ഇറ്റ് വാസ് ഫാന്റാസ്റ്റിക്. നിന്റെ കയ്യിൽ നിന്ന് ഒരിക്കലും ഇങ്ങനൊരു ഐറ്റം ആരും ഇത് ഇത്രയും നാൾ കണ്ടോണ്ടിരിക്കുന്ന കൃഷ്ണു ആണോ ഇത് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അങ്ങനത്തെ പവർഫുൾ എക്സ്പ്രഷൻസ് ആണ് നിന്റെ മുഖത്തുനിന്ന്. എസ്പെഷ്യലി നിന്നെ നമുക്കറിയാം ചന്ദ്ര, നിന്നെ നമുക്കറിയാം എന്ന് പറഞ്ഞ സ്ഥലത്ത് നീ ഇങ്ങനെ നോക്കി വരണം പറഞ്ഞില്ല, അതൊന്നും കാണിച്ചു. നിന്നെ നമുക്കറിയാം ചന്ദ്ര, നിന്നെ നമുക്കറിയാം. അത് ക്ലിഞ്ചി. സത്യത്തില് കഞ്ഞിയാണോ കുടിച്ചത് അല്ലെങ്കിൽ വേറെ കഞ്ഞിവെള്ളമാണ്? കഞ്ഞിവെള്ളം തന്നതാ. അപ്പൊ ഞാനത് കള്ളാന്ന് കരുതി ഇങ്ങനെ ഫിറ്റൊക്കെ ആയിട്ട്. അത് മനസ്സിലായി. മനസ്സിൽ കേറിയത് അത് കള്ളാണ്. അപ്പൊ ഇതെല്ലാം ആരാണ് സൃഷ്ടിക്കുന്നത്? മനസ്സ്. പിന്നെ ധ്യാനം നിങ്ങളുടെ എന്താണ് കിണിയൊന്നും പറയേണ്ട കാര്യമില്ല. എന്റെ കൊച്ചു കുഞ്ഞി പൊടി മീശയും അവരൊക്കെ എന്തായിരുന്നു. പാട്ട് വരുമ്പോഴത്തേക്കും നന്നായിട്ട് പാടി മോനെ. താങ്ക് യു സർ. എല്ലാ സ്ഥലങ്ങളും നന്നായിരുന്നു. എക്സെപ്റ്റ് എനിക്ക് തോന്നി കോറസ് ഒന്ന് ഓടിയോ, താളം ഇച്ചിരി അങ്ങോട്ട് ഓടിയപ്പോഴത്തേക്ക് നീ തോട്ടിലെ വെള്ളത്തിൽ ആ പോർഷൻ അല്ലേ, സാരമല്ല, ആ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ. ബാക്കി ഇത്രയും എക്സ്പ്രഷനോട് കൂടി ഈ പാട്ട് ഇത്തരത്തിൽ പാടണം എന്നുണ്ടെങ്കിൽ അത് കുറച്ച് പ്രയാസം. എക്സ്പ്രഷൻ വേണം, അതും കള്ളുകുടിച്ച എക്സ്പ്രഷൻ വേണം. പിന്നെ വരികൾ ഓർത്തിരിക്കണം, പാട്ടിന്റെ ശ്രുതി നിൽക്കണം, പാട്ടിന്റെ സംഗതികൾ കറക്റ്റ് ആവണം. അതൊക്കെ നോക്കുമ്പം ഇറ്റ് വാസ് പെർഫെക്റ്റ്. നിന്നെ നമുക്കറിയാം ചന്ദ്ര, നിന്നെ നമുക്കറിയാം. നിന്നെ നമുക്കറിയാം ചന്ദ്ര, നിന്നെ നമുക്കറിയാം. സൂര്യൻ തമ്പുരാൻ അല്ലടാ കൊച്ചവാ, സൂര്യൻ തമ്പുരാൻ അല്ലല്ലടാ, സൂര്യൻ തമ്പുരാൻ. ഇതാര് സെലക്ട് ചെയ്ത? ഇത് മാമൻ. ഏത് മാമൻ? ലോഹിതാക്ഷ മാമൻ. ഇത് പാട്ട് തുടങ്ങിയപ്പോഴേ ദീപം ഇടുന്നുണ്ട് പറഞ്ഞു ഇത് ലോഹിമാമന്റെ കളിയാണ്, ഇത് ലോഹിമാമൻ പറ്റിച്ചാണ് മോനെ എന്ന് പറഞ്ഞു. പക്ഷെ മോൻ ലോഹിമാമനെ പറ്റിച്ചു. മോൻ കാലക്കി. സൂപ്പർ. മോന്റെ ഈ പാടുന്നതിന്റെ ഇടയിലുള്ള ഈ അഭിനയമുണ്ടല്ലോ, അയ്യോ, ഇതാണ് ഞാൻ കണ്ടിട്ട് ഞെട്ടിപ്പോയത്. കാരണം ഇവിടെ വന്ന് ചില കുട്ടികൾ കൃഷ്ണജിത്ത് ചെയ്ത പോലെ പാട്ടിന്റെ ഇടയിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് BGMലാണ് അഭിനയിച്ചുള്ളത്. പക്ഷെ പാട്ട് പാടുന്ന സമയത്ത് ക്യാരക്ടർ വിടാതെ പാടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, മോൻ ഉഴപ്പി മോന്റെ ഫേസും ബോഡിയും ഒക്കെ അതുപോലെ. എസ്പെഷ്യലി അനുപല്ലവിയുടെ ഫസ്റ്റ് ലൈനില്ലേ, ചന്ദ്രൻ കുഞ്ഞേ ചന്ദ്രൻ കുഞ്ഞേ തെങ്ങിന്റെ മണ്ടല് കേറിയിരുന്നിട്ട് എന്തെടുക്കുവാണ്. നീ ജഗദീഷ് ശ്രീകുമാറായി അവിടെ. ആരെ കണ്ടുപിടിച്ചതാ ഈ എക്സ്പ്രഷൻ? ജഗതി സാറിന്. എല്ലാം നന്നായിരുന്നു. പിന്നെ കൃഷ്ണജിത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു, പാട്ട് പാടുന്ന സമയത്ത് ക്യാരക്ടറായിട്ട് പാട്ട് പാടുന്നത്, തൊണ്ടയിലുള്ള എക്സ്പ്രഷൻസ് മാത്രമല്ല ബോഡിയിൽ തന്നെ എക്സ്പ്രഷൻ വെച്ച് കൃഷ്ണജിത്ത് പാടുന്നു. അത് തന്നെ ശ്രുതിയൊക്കെ വളരെ ഓൾമോസ്റ്റ് കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ മോനത് കൊണ്ടുപോയി. അതൊക്കെ നോക്കുകയാണെങ്കിൽ മോന് നല്ല ഇമ്പ്രൂവ്മെന്റ് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പം കേട്ടോ. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. മൈ ഗോഡ്, ഉഗ്രൻ സോങ് ചോയ്സ്. ഇത് എന്ന് വെച്ചാൽ എത്ര ഒരു എഫേർട്ടാണ് ഇതൊക്കെ ചെയ്യാൻ. പക്ഷെ വളരെ അനായാസമായിട്ട് ചെയ്തു. അങ്ങനെ ഒന്നുമില്ല, ഇങ്ങനെ ആക്ടിങ് പിന്നെ സിംഗിങ് എല്ലാം അടിപൊളിയായിരുന്നു. സഹായിച്ച എല്ലാ അങ്ങനെ കുട്ടി ചെറുക്കന്മാർക്കും വളരെ വളരെ നന്ദി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, ഒന്നും പറയാനില്ല. പക്ഷെ ആ ഇടയ്ക്കൊരു ഒരു ടെമ്പോ ഉണ്ട്. അത് ചിലപ്പോ ഇങ്ങനെ കള്ളു കുടിച്ചാൽ ചിലപ്പോ ടെമ്പോ മാറുമല്ലേ. അപ്പൊ അങ്ങനെ വിടാ, ക്യാരക്ടറിൽ അങ്ങനെ ഇറങ്ങി തെറ്റിച്ചു. ഞാൻ അങ്ങനെ കണ്ടുപിടിച്ചേട്ടാ. എന്നാൽ അത് പോട്ടെ. ഓക്കെ, awesome and one big for all of you. Thank you, ma'am. Yes. വളരെ നന്നായിട്ട് ചെയ്തു എല്ലാവരും. പ്രത്യേകിച്ച് കൃഷ്ണജിത്ത് ഇപ്പോൾ ഇവരൊക്കെ സൂചിപ്പിച്ചില്ലേ, പാടിയ സമയത്ത് അഭിനയം കൂടി ഒരുമിച്ച് കൊണ്ടുപോയി. അത് നന്നായിരുന്നു കേട്ടോ. എന്തായാലും പാട്ടും വളരെ നന്നായിരുന്നു. ഈ താളത്തിന്റെ ആ ഒരു പ്രശ്നം ഇടയ്ക്കൊന്ന് വലിഞ്ഞു പോയതിന്റെ ആ ഒരു കുഴപ്പം മാത്രമാണ് എനിക്ക് തോന്നിയത്. വേറെ ബാക്കിയെല്ലാം വളരെ മനോഹരമായിട്ട് മാം പാടി കേട്ടോ. വെരി ഗുഡ്, വെരി ഗുഡ്. ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നത്, ഭൂമി കറങ്ങുന്നുണ്ടോടാ ഉണ്ടേ, അപ്പോ സാറ് പറഞ്ഞത് നേരാടാ ആണേ,
കള്ളടിച്ചിട്ടല്ലേടാ, കാലുറയ്ക്കാതല്ലേടാ, ഭൂമിക്കും ലെവലില്ല നമ്മക്കും ലെവലില്ല അല്ലോടാ. അയ്യേ എടാ ഭൂമി കറങ്ങുന്നുണ്ടോടാ? ഉണ്ടേ. അപ്പൊ സാറ് പറഞ്ഞത് നേരാടാ, ആണേ. പിന്നെ അത് കൂടാണ്ട് വേറൊരു പാട്ടുണ്ട്. നീ അറിഞ്ഞോ അതെ. മേലെമാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. നീ അറിഞ്ഞോ മേലെമാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. ആ സ്വർഗത്തിലെ മുത്തച്ഛന്മാർക്ക് ഇഷ്ടം പോലെ ഇനി കുടിക്കാമല്ലോ. ഈ പാട്ടിന് ട്രാക്ക് പാടി ഞാനാണ്. ആണോ? ഓ ശരി. ABMRR സ്റ്റുഡിയോ മദ്രാസില്. നീ അറിഞ്ഞോ മേലെമാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. നീ അറിഞ്ഞോ മേലെമാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. ആ സ്വർഗത്തില് ആ മുത്തച്ഛന്മാർക്ക് ഇഷ്ടം പോലെ ഇനി കുടിക്കാമല്ലോ. നീ അറിഞ്ഞോ മേലെമാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. ഇത്രയും കള്ളു പാടിയിട്ടിട്ട് ഞാൻ ഫിറ്റായി. ഞാനൊരു ചോദ്യം ചോദിച്ചു. ഓ യെസ്, എലിവിഷം കഴിച്ചാൽ എന്താവും? മരിക്കും. ഉറപ്പാണല്ലോ. മരിക്കും. ഇനി മീനുട്ടിക്ക് മതി. മീനുട്ടിക്ക് പറയാമല്ലോ. എലി ചാവുമായിരിക്കും. എലി ചാവും. കറക്റ്റ്. അതാണോ ആൻസർ? അതെ അതെ. അതെ, എലിവിഷം കഴിച്ചാൽ, അങ്ങനെ എലി വിഷം കഴിച്ചാൽ എന്താവും? എലിയാവും. എലി മരിക്കും. അനു ചേച്ചി ഇനിയുണ്ടോ? അനു ചേച്ചിയുടെ കയ്യിലുണ്ടോ? അനു ചേച്ചിയുടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് കുറെ നാളായി. അത് ഞാൻ റെഡിയാക്കി വരാം. ഇല്ല റെഡി ആക്കിയിട്ടില്ല. ഇല്ല, ദീപങ്ങളുടെ- ആക്കിയിട്ടുണ്ട്. അതെ. ഇല്ല കൃഷ്ണു, സർ, കൃഷ്ണുവിന് ഇന്ന് ഞാൻ തരുന്ന മാർക്ക് 9.5 ഔട്ട് ഓഫ് 10. താങ്ക് യു സർ, താങ്ക് യു. 9 out of 10. താങ്ക് യു സർ, താങ്ക് യു. ഞാനും അന്റെ മാമും ചേർന്ന് മോനെ തരുന്നു 9.25. താങ്ക് യു സർ, താങ്ക് യു. So very good, you got 27.75 out of 30. താങ്ക് യു സർ, That means മോൻ ഇന്ന് കിട്ടിയിരിക്കുന്നത് a golden crown. താങ്ക് യു സർ. ആടിയൊരു പഴങ്കഞ്ഞി പോക്കുറ്റി. Congratulations, you are awarded a golden crown. താങ്ക് യു സർ. അപ്പൊ നമ്മള് പാട്ടും പെർഫോമൻസും ഒക്കെ കഴിഞ്ഞു. ഇനി പ്രേക്ഷകരുടെ സമയമാണ്. എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പിൽ കയറി QR കോഡ് സ്കാൻ ചെയ്ത് വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. ശങ്കരനോ അത് ചന്ദ്രനോ, ആ ചന്ദ്രൻ കുഞ്ഞാണ്. അമ്പിളിന്നും ചന്ദ്രനെന്നും അറിവില്ല പിള്ളേര് തെറ്റി വിളിക്കണം. നമ്മുടെ ചന്ദ്രൻ കുഞ്ഞാണ്. ശങ്കരനോ അത് ചന്ദ്രനോ, ആ ചന്ദ്രൻ കുഞ്ഞാണ്. ഹൃദയ സംഗീതത്തിന്റെ സ്വരമധുരമേകാനെത്തുന്നു കണ്ണൂരിന്റെ സ്വന്തം ദേവനക്കുട്ടി. വെൽക്കം ദേവനക്കുട്ടി ഓൺ സ്റ്റേജ്. തെന്നിപ്പായും തെന്നലെ നിന്റെ തേരിൽ കേറാൻ വന്നിടാം. തുള്ളിച്ചാടും പുള്ളിമാനുള്ള മേലെ മേട്ടിൽ ചെന്നിടാം. ഏതാ പാട്ട് ഈ റോസ് മുട്ടക്കാരി പാടുന്നത്? കളിവീട് ഇറങ്ങിയല്ലോ. ഓ, ആഹാ. ഡീപ് ആരാ സോങ്. മ്യൂസിക് ചെയ്തിരിക്കണേ? മ്യൂസിക് ആ. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി സാർ. ലിറിക്സ് സാർ. സാറന്നെ? സാറന്നെ. ഏതാ സിനിമ? സിനിമ ദേശാടന. ഓ, സബാ. ആരാ പാടിയിട്ടുള്ളത്? ജയശ്രീ മാം പാടിയിട്ടുണ്ട്, ദാസങ്കളുടെയും പാടിയിട്ടുണ്ട്. ആ, ആരുടെ ഇപ്പൊ പാടാൻ പോകുന്നത്? ദാസങ്കൾ. ആണോ? അയ്യോ. ഓക്കേ. അപ്പൊ അടിച്ചു പൊളിക്കാൻ പാട്ടിന്. ഓൾ ദ ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. 1, 2, 3, 4.
മക്കളെ സീക്കേടി ഓ എന്തുകൊണ്ട് വിശേഷം? പിന്നെ എന്ത് ഇപ്പൊ നല്ല വിശേഷം. നല്ല വിശേഷം. നല്ല ഡ്രസ് കേട്ടാ, പളുങ്ക് പോലെ ഇരിക്കുന്നു, ഇതെന്റെ ഒരു ഡോളിനെ പോലെ ഇരിക്കുന്നു. ഇത് നീലേശ്വരത്തെ അമ്മാമ്മന്റെ മോള് എന്നെ പഠിച്ച. ഓർപ്പിക്കല്ലേ മോളെ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് വിഷമം വരും, എന്നെ ഓർപ്പിക്കരുത്. എനിക്കറിയാം അങ്ങനെ ഫ്രണ്ട് ഇല്ല അമ്മാമ്മന്. ഉണ്ട്. ഇല്ല. എനിക്ക് ചോദിച്ചിട്ട് പറ. ഓക്കെ മോളെ. ഓക്കെ. അപ്പോൾ കളിവീട് ഉറങ്ങിയല്ലോ, കളിവാക്ക് ഉറങ്ങിയല്ലോ, ഒരു സമയത്തെ സൂപ്പർ ഡൂപ്പർ ഹിറ്റ് പാട്ടാണ് ഇത്. കൈതപ്പുറം ദാസേട്ടൻ, അതായത് കൈതപ്പുറം സാർ എഴുതി, കൈതപ്പുറം സാർ ട്യൂൺ ചെയ്ത് ദാസേട്ടൻ പാടിയ മോഹനത്തിലുള്ള ഒരു സൂപ്പർ ഡൂപ്പർ സോങ്. മോളിൽ നിന്ന് നന്നായിട്ട് പാടി. ഒരുപാട് സ്ഥലങ്ങൾ വളരെ നന്നായിരുന്നു. എനിക്ക് താരാട്ട് പാടിയാലേ എന്നുള്ളതിൻ്റെ സംഗതി ഉണ്ടല്ലോ മോളെ, അതൊന്ന് ഒത്തിരി അടപ്പുണ്ടോ ശബ്ദത്തിന്? ഇല്ല. അതൊന്ന് തുറന്നു വരട്ടെ അങ്ങോട്ട്. അവിടെ അതിലൊക്കെ ഒരു ചെറിയൊരു അട്ടപ്പ് വരുന്നു. ഉറങ്ങാറുള്ളൂ അല്ലേ? അത് അവിടെ അടയ്ക്കരുത്, തുറന്ന് തന്നെ പാടിക്കൊണ്ടിരിക്കണം. അങ്ങനെയുള്ള കുറച്ച് സ്ഥലത്ത് ഒരു ശ്രുതി അങ്ങനത്തെ സംഭവങ്ങളല്ലാതെ എനിക്ക് വലിയ ഒരു സംഭവം തോന്നിയില്ല. മോളിൽ നിന്ന് നന്നായിട്ട് പാടിയതായിട്ട് എനിക്ക് തോന്നി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. മോളുടെ ചില ഫീലിംഗ് ഒക്കെ ഉണ്ടല്ലോ. എന്താണ് ആ ടോപ്പിൽ പോയിട്ട് അത് അതൊക്കെ കുറച്ച് പോളിഷ് ആവണം. മോടെ പ്രായത്തിൽ നമ്മൾ ഇത്രയും വരച്ചാൽ മതി, കൂടുതൽ വരച്ചാൽ തേഞ്ഞു പോകും. ഓൾ ദ ബെസ്റ്റ്. ദേവനക്കുട്ടി, ഞാൻ ഈ പാട്ട് ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. അങ്കിളുടെ തുടക്ക സ്റ്റേജിലൊക്കെ കുറേ ഗാനമേളയിലൊക്കെ അങ്കിൾ ഈ പാട്ട് വായിച്ചിട്ടുണ്ട്, കീബോർഡ്. അപ്പൊ അതുകൊണ്ട് അങ്കിളിന് ഈ പാട്ട് കുറേ കേട്ട് നല്ല ശീലമുണ്ട്. അതാണ് ഇവരൊക്കെ വായിക്കുന്ന സമയത്ത് അങ്കിളിന് പെട്ടെന്ന് ആ കാലമൊക്കെ ഓർമ്മ വന്നു. പിന്നെ മോള് പാടിയപ്പം എനിക്ക് ഇത്രയും ചെറിയ കുട്ടി കളിവീട് ഇത്രയും ഭംഗിയായിട്ട് പാടുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഈ പ്രായത്തിൽ ഈ പാട്ടിന്റെ ഏറ്റവും ബെസ്റ്റായിട്ട് പാടിയതാണ് ഞാൻ ഇന്ന് കേട്ടത്. സൂപ്പർ ആയിട്ടുണ്ട്. ഈ പാട്ടിൽ ശരിക്ക് വായിച്ച ആൾക്കാർ ഇതിന്റെ മണ്ടയിലും താഴെയൊക്കെ ഇട്ടിട്ടുണ്ട്. ഒറിജിനൽ സോങ് കൈവക്കോ കുട്ടികളെ. എന്തൊരു ഭാഗ്യമല്ലേ കുട്ടികളുടെ. ഇത് കോഴിക്കോട് വെച്ചായിരുന്നു ഇതിന്റെ റെക്കോർഡിങ്. അപ്പൊ നമ്മളുടെ ടോപ്പ് സിംഗറിലെ മ്യൂസീഷ്യൻസ് തന്നെ കോഴിക്കോടിലുള്ളതുകൊണ്ട് അവർ തന്നെ ഇതിൽ പ്ലേ ബാക്കും വായിച്ചു. അവർ തന്നെ ഇന്ന് മോള് പാടുന്ന സമയത്ത് സ്റ്റേജിൽ വായിച്ചു തരുമ്പം മോൾ എത്ര ലക്കിയാണ് അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് നല്ല നല്ല രസമായിട്ട് തന്നെ മോള് പാടി. പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇപ്രാവശ്യം അങ്കിളിന് സാധാരണ വരികയാണെങ്കിൽ എനിക്ക് തോന്നിയത് മറ്റേ ആ ശബ്ദമില്ലേ, അത് തന്നെ അത് കുറച്ച് കുറവുണ്ട്. അതെ, ചെറിയതായിട്ട് വരുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. ഇപ്പൊ നന്നായിട്ട് കുറച്ചു തുറന്നു പാടുന്നുണ്ട്. അപ്പൊ കുറെ വ്യത്യാസങ്ങളൊക്കെ വന്നു കേട്ടോ. വെരി ഗുഡ്. എന്തു പറയാനോ, ആ ഒരു ഹമ്മിങ് പാടിയല്ലേ ഞാൻ ഫ്ലാറ്റായി. അത് സംഗതിന്റെ കാര്യമല്ല, പക്ഷെ ആ സംഗതിയിലുള്ള ഗമകങ്ങളല്ലേ ആ രാഗത്തിന് വേണ്ടിയത്. അങ്ങനെ ഒരു വളരെ വളരെ മെച്യൂരിറ്റിയോടെ ആ പാട്ട് പാടി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ആ ചരണത്തിലല്ലേ, വിലപിടിയാത്തൊരു നിധിയല്ലേ. അങ്ങനെയാണ് നീ ഒരു ഇൻവാല്യുബിൾ അസെറ്റാണ് നമ്മുടെ ഈ ടോപ്പ് സിംഗറിൽ. ഓക്കെ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് പറയാനൊന്നുമില്ല, ഇവർ കൃത്യമായിട്ട് എല്ലാം പറഞ്ഞു തന്നു. എനിക്ക് ജസ്റ്റ് ഈ രാഗത്തിലുള്ള ഒരു പാട്ട് ഞാൻ പാടിത്തരാമെന്ന് വിചാരിച്ചു. ഇത് ലതാജി പണ്ട് പാടിയ സുധീർ ഫഡ്കെയുടെ മ്യൂസിക്കിൽ പാടിയ ഒരു പാട്ടാണ്. എനിക്കത് തരാം. घर आंगन वन उपवन उपवन करते ज्योति अमृत के सिंचन मंगल घट ढल के मंगल घट ढल के ज्योति कलश छलके ज्योति कलश छलके हुए गुलाबी
लाल सुनहरे रंग धल बादल के ज्योति कलश चलके. അത് പ്രത്യേകിച്ച് മോൾക്ക് വേണ്ടി കേശാദിപാദം തൊഴുന്നേ കേശവ കേശാദിപാദം തൊഴുന്നേ. സൂപ്പറായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ. ഈ കുഞ്ഞു പ്രായത്തിൽ ഇങ്ങനെ പാടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ഈ പാട്ട് ഇത് കേൾക്കുമ്പോൾ എളുപ്പമായിട്ട് തോന്നും, പക്ഷെ പാടുമ്പോൾ കുറച്ച് വിഷമമുള്ള പാട്ടാണ്. അതിന് വേണ്ടുന്ന എക്സ്പ്രഷൻസ് ഒക്കെ ഒരു പ്രത്യേക രീതിയിലാണ് ദാസേട്ടനൊക്കെ പാടിയിട്ടുള്ളത്. അപ്പോൾ അത് മോള് മാക്സിമം ഫീലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഹമ്മിങ് ഒക്കെ സൂപ്പറായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ. അതൊക്കെ അങ്ങനെ ഇത്രയും കുഞ്ഞു പ്രായത്തിൽ അങ്ങനെയൊക്കെ പാടുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. ഓക്കെ, അസലായിട്ട് പാടി മോള് കേട്ടോ. എനിക്കിപ്പോൾ പാടാൻ തോന്നുന്നത് ദാസേട്ടൻ വസന്തഗീതങ്ങൾ എന്ന് പറഞ്ഞ ആൽബത്തിൽ പാടിയിട്ടുള്ള ഒരു പാട്ടുണ്ടല്ലോ. ഒരു സ്വരം മധുരതരം, ഒരു സ്വരം മധുരതരം, സ്മരണമീട്ടുമൊരു വികാരം പകരും ചലനം. ഒരു സ്വരം മധുരതരം, ഒരു സ്വരം മധുരതരം. പ്രണയമേ നീ കവി, അമരനാം ശില്പി നീ, എഴുതുന്നു നീ ഹൃദയങ്ങളിൽ കവിതകൾ ശില്പങ്ങളായി. പ്രണയമേ നീ കവി, അമരനാം ശില്പി നീ, മായുകയില്ലൊരു നാളിലും ഏതൊരു നീരല തന്നിലും അലിയുകയില്ലവ പാടുമാശിലകളാളും വേനലിലും വിടരും അവയിൽ കുളിരും മനവും. പ്രണയമേ നീ കവി, അമരനാം ശില്പി നീ. മോളപ്പോൾ നന്നായിട്ട് പാടി. അതിൻ്റെ ശ്രുതി ശ്രദ്ധിക്കണം. വോയിസ് ഇങ്ങനെ കട്ടാവുന്നത് വളരെയധികം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് മോള് കേട്ടോ. അത് കുറേയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനിയും അത് ഇല്ലാതാക്കാൻ ശ്രമിക്കണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു സർ. മീനുട്ടി, ഇന്ന് മോള് ഇങ്ങനെ ഇത്രയും പാടിയതിന് ഇതിനെക്കാട്ടി പാടാൻ ഇനി മറ്റേ അതുമില്ല, പിന്നെ അത് കിർ ഉണ്ടല്ലോ, എല്ലാം മാറ്റിയിട്ട് വരാൻ വേണ്ടി ഞാനൊരു സമ്മാനം കൊടുക്കുക. ഓക്കെ, ഹേരാലോലം തുമ്പിപ്പെണ്ണാടേ ഈ മുല്ലക്കൊമ്പേലാടാനായി നീയും കൂടാമോ? കാതോരം കന്നിക്കുറുമ്പേ മൂവന്തിത്തേരിൽ പാടാനായി നീയും പോരാമോ? കണ്ണാടി കണ്ണിൽ ഒരു മിന്നാരം കണ്ടേ ചിന്തൂരച്ചേരോടെ പോരു പെണ്ണാളേ. അപ്പൊ ദേവനക്കുട്ടിയുടെ മാർക്ക് പറയട്ടെ. 8.5 out of 10. താങ്ക് യു സർ. 8.75 out of 10. താങ്ക് യു സർ. ഞങ്ങൾ ഒരുമിച്ച് തരുന്ന മാർക്ക് 8.75. താങ്ക് യു സർ. താങ്ക് യു. സോ CKDക്ക് 26 മാർക്ക് ഔട്ട് ഓഫ് 30. താങ്ക് യു സർ. പ്രിൻസ് മോൾക്ക് ഇന്ന് കിട്ടുന്നത് കൊടുങ്ങൂർ ബാർബി പൂക്കുറ്റി. താങ്ക് യു സർ. Congratulations, you are awarded A Extreme. താങ്ക് യു സർ. അപ്പോൾ നമ്മൾ പാട്ടും പെർഫോമൻസും ഒക്കെ കഴിഞ്ഞു. ഇനി പ്രേക്ഷകരുടെ സമയമാണ്. എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പിൽ കയറി QR കോഡ് സ്കാൻ ചെയ്ത് വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. അപ്പോൾ ചക്ര ബാർബി വെച്ച് കളിച്ചേ. ഓൾ ദി ബെസ്റ്റ്.
രാഗവിരുന്നിൽ ഭാവരാഗം പകരാൻ കോട്ടയത്ത് നിന്നും എത്തുന്നു കുഞ്ഞച്ചൻ. വെൽക്കം ബെവൻ ഓൺ സ്റ്റേജ്. സാർ എന്തോന്ന് സാർ, എന്താണ് ഈ മഞ്ഞയുടെ? ഏയ് ചുമ്മാ രസം. ഒരു രസം. ഏത് പാട്ടാ? അനുരാഗലോലഗാത്രി. ഇതാരാ എഴുതിയത്? ഇത് യൂസഫ് അലി കേച്ചിരി സാർ. സംഗീതം നൗഷാദ് അലി സാർ. ഈ പാട്ടിലെ വർഷങ്ങൾ മുമ്പ് ഇറങ്ങിയ പാട്ടാണെങ്കിൽ കൂടെ കുറച്ച് നാൾ മുമ്പ് ഇത് വീണ്ടും വൈറലായി. അതെങ്ങനെയാണെന്നറിയോ? അതായത് നൗഷാദ് സാർ തന്നെ പണ്ട് ഇതേ പാട്ട് റഫി സാഹിബിനെ വെച്ചിട്ട് ഹിന്ദിയിൽ പാടിച്ചു. അതേ പാട്ടാണ് ധ്വനി എന്ന് പറയുന്ന മലയാളം ചിത്രത്തിന് വേണ്ടി അദ്ദേഹം ദാസങ്കളിനെ വെച്ച് പാടിച്ചു. അപ്പോൾ ഈ രണ്ട് വേർഷനും കൂടി കമ്പൈൽ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇറങ്ങിയത്. അതായത് ഈ രണ്ട് ലെജൻഡ്സ് ഒരു പാട്ട് ഒരു ലെജൻഡറി കമ്പോസറിൻ്റെ പാട്ട് രണ്ടുപേരുടെ സ്റ്റൈലിൽ പാടുമ്പോൾ നമുക്ക് കുറച്ച് നേരത്തേക്ക് ഇതാണോ അതാണോ ഇതാണോ എന്ന് തിരിച്ച് അറിഞ്ഞ് ഒന്ന് സെലക്ട് ചെയ്യാൻ ഭയങ്കര പാടാണ്. രണ്ടുപേരുടെയും ഇങ്ങനെ ഗ്ലോ ചെയ്തുകൊണ്ടിരിക്കും. ഒരു പല്ലവി ഒരാളാണെങ്കിൽ ഉടനെ ഫ്ലിപ്പ് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് അവനെ സമ്മതിക്കണം. ഉടനെ ദാസക്കളുടെ പല്ലവി അത് തന്നെ വരും, പിന്നെ റഫീ സാബിൻ്റെ പല്ലവി വരും, അനുപല്ലവി വരും. അപ്പോൾ അതുകൊണ്ട് ഈ പാട്ട് ഈ അടുത്ത് വൈറലും കൂടി ആയതുകൊണ്ട് എല്ലാവർക്കും മിക്കവാറും കാണാപ്പാടമായിരിക്കും. ശ്രദ്ധിച്ച് പാടിക്കും. ഓൾ ദി ബെസ്റ്റ്. മോൻ ഇത് അടിച്ച് പൊളിക്കുന്ന ഈ പാട്ട് കണ്ടാൽ മനസ്സിൽ ഒരു കാൽക്കുലേഷൻ ഉണ്ട്, അത് തെറ്റാതെ മോൻ പാടാൻ പറ്റണം. താങ്ക് യു സാർ.
ബെവൻ സാർ. സൂപ്പർ അല്ല, അതിന്റെ മേളി പറയണം സൂപ്പർ. താങ്ക് യു സാർ. നിനക്ക് ആദ്യത്തെ ആ അകാരമില്ലേ, അത് മാത്രമേ ഒരു ശകലം തുടക്കത്തിലും അവസാനത്തിലും ഒരു കോട്ടം തട്ടിയുള്ളൂ. ബാക്കിയെല്ലാം എന്താ പറയുന്നത്, കമ്പോസിഷൻ വൈസ് ഒരു രക്ഷയില്ല, എഴുത്ത് വൈസ് ഒരു രക്ഷയില്ല. അനുപല്ലവിയിൽ മാരൻ്റെ കോവിൽ തേടി എന്ന് പറയുമ്പോഴത്തേ അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് കോഡ് വരുന്നുണ്ട്, ശ്രദ്ധിച്ചോ? അത് എന്തൊരു സുഖമാണ്, നമ്മൾ അറിയാതെ പാടിപ്പോവും. അതാണ് നൗഷാദ് സാറിൻ്റെ ഒരു കൈപ്പുണ്യം. കാരണം അത് എന്ത് സുഖമാണ് പാടിക്കുന്നത്. ഇവിടെയൊക്കെ എണ്ണീക്കുന്നടാ, കുറച്ച് രോമേ ഉള്ളൂ, ഉള്ളതൊക്കെ അങ്ങ് എണ്ണിട്ട്. എന്താ പറയുക, നമുക്ക് എൻ്റെ മനസ്സിലും ശരീരത്തിലും കിട്ടുന്ന ഒരു പോസിറ്റീവ്നെസ്, എനിക്ക് മാത്രമല്ല ഇത് കേട്ടോണ്ടിരിക്കുന്നവർക്കും അവരുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു പോസിറ്റീവ്നെസ്, അതാണ് നിനക്ക് കിട്ടുന്ന വലിയ അനുഗ്രഹമായിട്ട് നിനക്ക് മുമ്പോട്ടുള്ള പടികൾ കയറി പോകാനുള്ള ഒരു ചവിട്ട് പടി. അത് നീ ഇന്നിവിടെ തെളിയിച്ചു, ഗംഭീരമായിട്ട്. ഇങ്ങനെയുള്ള പാട്ടുകൾ വരുമ്പോൾ നമുക്കൊക്കെ ഒരു വലിയ സമാധാനമാണ്. നമുക്ക് ഞാൻ എന്ന് പറയുന്നത് കോടാനുകൂടി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരാണ് ഈ ഞാൻ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ആസ് എക്സ്പെക്റ്റഡ് ഞാൻ ആദ്യം പറഞ്ഞു, ഇനി അത് എന്തെങ്കിലും കാരണവശാൽ അത് ഡിസപ്പോയിൻറ്റഡ് ആവണമെങ്കിൽ വേറെ വല്ല പ്രശ്നം ഉണ്ടാവണമായിരുന്നു. ദൈവം സഹായിച്ച് അങ്ങനെ യാതൊരു പ്രശ്നവും ഇല്ലാതെ ഞാൻ എന്ത് പ്രതീക്ഷിച്ചോ അത് തന്നെ ബെവൻ ഇവിടെ പാടി. അടിപൊളി. താങ്ക് യു സാർ. എനിക്ക് മോൻ്റെ പാട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്, മോൻ ആ പാട്ട് ആ ലെജൻഡ് നൗഷാദ് അലി സർ കമ്പോസ് ചെയ്തിരിക്കുന്ന ഒരു വർക്കിനെ ക്യാരി ചെയ്യാനുള്ള മെറ്റീരിയൽ മോൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത്രയും ടാലൻറ്റഡ് ആയതുകൊണ്ടാണ് മോൻ ആ പാട്ട് അത്രയും ജസ്റ്റിഫൈഡ് ആയിട്ട് പെർഫോം ചെയ്തതും നമുക്ക് കേൾക്കുമ്പം അതിനോട് 100% നീതി പുലർത്തിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. എനിക്ക് ചില ലൈൻസ് കുറച്ച് എക്സ്ട്രാ ഇഷ്ടപ്പെട്ടു മോൻ പാടിയത്. ചരണത്തിൻ്റെ എൻഡിലല്ലേ, ഒതിരുന്നു മന്ദം മന്ദം, സ്വരഹീന വീണയിൽ നീ ശ്രുതി മീട്ടി മഞ്ജുവാണി, ഈ മാറിൽ മുഖം ചേർത്തു സുരലോകമൊന്നു തീർത്തു, സുരലോകമൊന്നു തീർത്തു, ഉതിരുന്നു മന്ദമന്ദം, ഉതിരുന്നു മന്ദമന്ദം, ദ്യുതി നിൻമുഖാരവിന്ദം, അനുരാഗലോലഗാത്രി, വരവായി നീലരാത്രി. താങ്ക് യു സാർ. ഓക്കെ, അതുവഴി അത് വീണ്ടും പാടി അങ്ങ് അവസാനിപ്പിച്ചു അല്ലേ. എനിക്ക് എന്തായാലും ഒന്നും പറയാനില്ല മോനെ, എനിക്ക് ഞാൻ എന്താ ആഗ്രഹിച്ചു അത് തന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. എനിക്കും പറയാൻ വാക്കുകളില്ല, അത്രയ്ക്ക് മനോഹരമായിട്ട് മോൻ പാടി കേട്ടോ. താങ്ക് യു സാർ. ചില ഭാഗങ്ങളൊക്കെ അതുപോലെ തന്നെ ദാസേട്ടൻ പാടിയ പോലെയും ചില ഭാഗങ്ങൾ സുശീലമ്മ പാടിയ പോലെയും ആ സ്ട്രെയിറ്റ് നോട്ടാണ് അവിടെ സുശീലമ്മ പഠിക്കുന്നത്. രണ്ടാമത്തേൽ സുശീലമ്മ പാടിയ ഒരു ഓർമ്മ മനസ്സിലേക്ക് വന്നു പാടുന്നത്. വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല, മോൻ അതിമനോഹരമായിട്ട് പാടി കേട്ടോ. താങ്ക് യു സാർ. നീ ഒരു സ്റ്റാറാണ് കേട്ടോ. താങ്ക് യു മാം. ആദ്യം തൊട്ട് തന്നെ സെലക്ട് ചെയ്യുന്ന സോങ്സ്, അത് അവതരിപ്പിക്കുന്ന രീതി എല്ലാം വളരെ വളരെ ബ്യൂട്ടിഫുൾ ആണ്. താങ്ക് യു മാം. പിന്നെ ഈ പാട്ടും സ്റ്റാർട്ടിങ് ട്രബിൾ കുറച്ചുണ്ടായിരുന്നു, പക്ഷെ അനുപല്ലവി ചരണം അങ്ങനെ ഒരു വളരെ സോറിങ്, ഇറ്റ് വാസ് ജസ്റ്റ് എന്ത് പറയാന്ന്, നമ്മുടെ ഹാർട്ട് തന്നെ അങ്ങനെ ബ്ലോസമായി അത് കേൾക്കുമ്പം. ഏതാ ഒരു ഫീൽ അത്, മൈ ഗോഡ്. എസ്റ്റാറ്റിക്കായി ഞാൻ അങ്ങനെ. അത് ഈ പ്രായത്തിൽ ഈ പാട്ട് ഉൾക്കൊണ്ട് ഇങ്ങനെ പാടുന്നെങ്കിൽ അതൊരു ദൈവാധീനമാണ്. ജസ്റ്റ് നമ്മൾ വെറുതെ ഒരു പാട്ട് പഠിച്ച് പാടുന്ന അത് അങ്ങനെയല്ല അത്. അപ്പോൾ മോൻ്റെ ഉള്ളിൽ ഒരു വലിയൊരു ഗ്രേസ് ഉണ്ട്, ഒരു നല്ല ഭാവിയുണ്ട് തീർച്ചയായിട്ട്. മോൻക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടട്ടെ ഫ്യൂച്ചറിൽ. താങ്ക് യു മാം. എനിക്ക് ഒരു പാട്ട് ഓർമ്മ വന്നു, ഇത് രാജ സാർ കമ്പോസ് ചെയ്ത ഒരു സോങ് ആണ്.
കണ്ണാ വരുവായാ മീരാ കേൾக்கிறாள் மன்னன் வரும் பாதை மங்கை பார்க்கிறாள் மாலை மலர் சோலை நதியோரம் நடந்து கண்ணா வருவாயா மீரா കേൾக்கிறாள். അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. യു ഡു ആർ സോ പ്രൗഡ് ഓൾ ദി ടൈം ബെവൻ. താങ്ക് യു മാം. ബെവൻ സാർ. ബെവന്റെ ഇന്നത്തെ മാർക്ക് 9.75 ഔട്ട് ഓഫ് 10. താങ്ക് യു സാർ. ബെവൻ സാർ. വീണ്ടും ഒരു 9.75. താങ്ക് യു സാർ. ബെവൻ എന്ന് പറയുമ്പോൾ സാർ, അത് ആ ഒരു മ്യൂസിഷ്യന്റെ ഒരു ടോൺ നമ്മൾ കുറച്ചുകൂടി സ്വീറ്റ് ആക്കാമല്ലോ സംസാരിക്കുമ്പോൾ. എന്റെ അനുജി സ്വീറ്റ് ആയിരുന്നു. അത് പറഞ്ഞ് ഇവനെ കൊണ്ട് തിരിച്ച് സാറിന് കൊണ്ടുവരുന്നത് ഇവർ രണ്ടുപേരും കൂടി. ആ ഒരു നാടൻ സ്റ്റൈല്. ഇപ്പൊ മോൻ ഇവിടെ വന്നിട്ട് മാഡം മാഡം ഞാനിന്ന് പാടുന്നത് അല്ല, അങ്ങനെയൊന്നുമില്ല സർ. അങ്ങനെ പറയാലോ. അതാ സാർ ശരി വന്നല്ലേ. ഞാനിപ്പോ ബെവൻ എന്ന് പറയുമ്പോ വളരെ സ്വീറ്റ് ആയിട്ട് താങ്ക് യു മാഡം. ബെവൻ മാം. ഓക്കെ, അപ്പൊ ആ മാമിന് വേണ്ടി ഞങ്ങൾ തരുന്നു 9.75. താങ്ക് യു മാം. അമേരിക്കാണ്ട് 10 കൊടുക്കുന്നതിന് മുമ്പാണ് ഇതൊക്കെ പറയുന്നത്. ടോട്ടൽ 29.25 ഔട്ട് ഓഫ് 30. താങ്ക് യു സാർ. അപ്പൊ ബെവൻ സാർ. കുഴപ്പമില്ല, ഞാനത് ഓക്കെ. ബെവൻ ഇന്ന് ബെവന്റെ കളക്ഷനിൽ ചേർക്കാൻ ഒന്നും കൂടി പിടിച്ചോ എ ഗോൾഡൻ ക്രൗൺ. താങ്ക് യു സാർ. ആടി ഒരു സാറേ, ഒരു പോക്കറ്റ് അടി സാറേ. Congratulations, you are awarded a golden crown. താങ്ക് യു സാർ. സാറേ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ബൈ ബൈ. ബൈ. ഫോണോ ലാപ്ടോപ്പോ കയ്യിലുണ്ടോ എങ്കിൽ മൈജി ഷോറൂം നിങ്ങളുടെ വീട്ടിലെത്തും. www.myg.in എന്ന വെബ്സൈറ്റിലെ വെർച്വൽ ഷോപ്പിംഗ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് മുൻകൂട്ടി ഷോപ്പിംഗ് സ്ലോട്ട് ബുക്ക് ചെയ്താൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ മൈജി ഷോറൂമിൽ നേരിട്ടെന്ന പോലെ പർച്ചേസ് ചെയ്യാം. കൂടാതെ നാട്ടിലോ വിദേശത്തോ ഉള്ള വേണ്ടപ്പെട്ടവരെ കൂടി ഉൾപ്പെടുത്തി ഷോപ്പിംഗ് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. പുതിയ മോഡലുകളുടെ അപ്ഡേറ്റ്, പ്രൈസ്, ഓഫറുകൾ എന്നിവ എല്ലാം വിവരിച്ചുകൊണ്ട് പേഴ്സണൽ അസിസ്റ്റന്റ് സൗകര്യവും ഏറ്റവും ബെസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചുള്ള മൈജിയുടെ വെർച്വൽ ഷോപ്പിംഗിൽ ഒരുക്കിയിട്ടുണ്ട്. ഗാഡ്ജറ്റ് സെലക്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ ബുക്ക് ചെയ്യാം. മൈജിയുടെ എക്സ്പ്രസ് ഡെലിവറി അതിവേഗം നമ്മളുടെ വീട്ടിലെത്തിക്കുന്നു. അപ്പോൾ ഉടൻ തന്നെ വെർച്വൽ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ചെയ്യൂ myg.in നിന്നും. വേറൊരു റേഞ്ച് ആണ് മൈജി. സ്വരപനികയിൽ മധുര ഗീതികൾ പകർന്ന കുഞ്ഞുമിടുക്കി തിരുവനന്തപുരത്ത് നിന്നും ശ്രീനന്ദക്കുട്ടി. വെൽക്കം ശ്രീനന്ദ ഓൺ സ്റ്റേജ്. മിനുമിനുങ്ങണ കണ്ണിൽ കുഞ്ഞു മിന്നാമിന്നികളാണോ, തുടി തുടിക്കണ നെഞ്ചിൽ നല്ല തൂവാൽ മൈനകളാണോ. ഇതാണ് എൻ്റെ മിതുക്കുട്ടി. മിതുക്കുട്ടി ഹായ് പറഞ്ഞു. ടോപ്പ് സിംഗറിൽ വന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് എൻ്റെ മിതുക്കുട്ടിയാണ്. അപ്പോൾ അമ്മയും മിതുക്കുട്ടി എന്നെ കാണാൻ വന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ പിറന്നാളിന് സർപ്രൈസായിട്ട് എൻ്റെ അമ്മയും മിതുക്കുട്ടിയും വന്നിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ വിചാരിച്ചില്ല അപ്പോൾ കാണാൻ പറ്റുന്നത്. ഞാൻ ഭയങ്കര വിഷമത്തിലായിരുന്നു. വീട്ടിൽ ആഘോഷിക്കുന്നതിനെക്കാട്ടിലും രസമായിരുന്നു സ്റ്റേജിലന്ന് സർപ്രൈസായിട്ട് വന്നപ്പോൾ. അന്ന് അവളും സ്റ്റേജിലെ ലൈറ്റ്സും സ്ക്രീനും ഒക്കെ കൂടെ കണ്ട് അവൾ ഭയങ്കര സന്തോഷത്തിലിരിക്കുകയായിരുന്നു. പിന്നെ പുറത്തിറങ്ങിയിട്ട് ഇവിടെ ഉണ്ടായിരുന്ന കുട്ടികളുടെയൊക്കെ കൂടെ ഫുള്ള് കളിയായിരുന്നു. പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് അവളിപ്പോൾ ഇവിടേക്ക് വന്നപ്പോൾ ഭയങ്കര ആവേശമായിരുന്നു അവൾക്ക്. എനിക്കിപ്പോൾ 2 ദിവസമായിട്ട് വയ്യ എന്ന് വെച്ചാൽ എനിക്ക് എന്നെ അവൾ പാട്ട് പഠിക്കാൻ വിടുന്നില്ല. ഞാൻ പാട്ട് പഠിക്കാൻ റൂമിൽ കയറും, ഉടൻ അവൾ എൻ്റെ പിറകെ വന്ന് എൻ്റെ പുറത്ത് ഇരുന്ന് കളിക്കാൻ തുടങ്ങും. പിന്നെയും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഡോർ ലോക്ക് ചെയ്യും, പുറത്തിരുന്ന് മുട്ടി കരയാൻ തുടങ്ങും. അപ്പോൾ ഞാൻ പാവം തൊട്ടിട്ട് പിന്നെയും തുറക്കും, പിന്നെ എൻ്റെ കൂടെ ഇരുന്ന് കളിക്കും. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അവൾ ഇവിടെ വരുമ്പോൾ മിയക്കുട്ടിയുടെയൊക്കെ കൂടെ കളിക്കാറുണ്ട്. ഇപ്പം തന്നെ അവൾ കുറേ സമയം മിയയുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തുളുമ്പാതടി തമ്പുരാട്ടി കുഞ്ചാതടി കുണുങ്ങാതടി കുറുമ്പുകാരി. കുട്ടി ഏത് പാട്ട് പാടുന്നു?
കാക്ക പൂച്ച കൊക്കര കൊഴിവ. ഏത് സിനിമ? സിനിമ പപ്പയുടെ സ്വന്തം അപ്പൂസ്. വർഷം 1992. ലിറിക്സ് ബിച്ചു തിരുമല സർ. മ്യൂസിക് ഇളയരാജ സർ. പാടിയത് മിൻമിനി മാം. വെരി ഗുഡ്. മിൻമിനി ഹായ് ഹായ് മിൻമിനി മിൻമിനി ഹായ് ഹായ് മിൻമിനി. ശ്രീനന്ദക്കുട്ടി നല്ല ഭംഗിയുള്ള ഉടുപ്പാണ്, ഡിഫറെന്റ് ഡിസൈൻ. കൊള്ളാം. ആരുടെ സെലക്ഷൻ ആണ് ഈ ഡ്രസ്? അമ്മയുടെ. അമ്മയുടെ സെലക്ഷൻ. അമ്മ വന്നു ഇവിടെ? വന്നു. ആണോ? അതാ പ്രത്യേകത. അപ്പൊ തുടങ്ങാം നമുക്ക്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു മാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി.
കുട്ടി ഇന്ന് വളരെ പവർഫുൾ ആയിട്ട് പാടി. അതിന് Thank you, sir. വലിയ കൈഡി തരാം. താങ്ക് യു സർ. കാരണം സോ പവർഫുൾ. Thank you, sir. കാക്കാപ്പൂച്ച എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആദ്യം തൊട്ട് അവസാനം വരെ നല്ല പവർഫുൾ, നല്ല സ്ട്രെങ്തോടു കൂടി ഇടിച്ചു നിന്ന് പാടി. Thank you, sir. അതിനാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ ഇടയ്ക്കൊക്കെ കുറച്ച് ശ്രുതി, പരുന്തും നരുന്തായി മറയാം, അവിടെയൊക്കെ കുറച്ച് ശ്രുതി മാത്രമേ ഉള്ളൂ 2-3 സ്ഥലത്ത്. ഓക്കെ സർ. അല്ലാതെ ബാക്കി ഓവറോൾ ആയിട്ട് നോക്കി കഴിയുമ്പം ഇറ്റ് വാസ് എ ഫാന്റാസ്റ്റിക് പെർഫോമൻസ്. താങ്ക് യു സർ. പിന്നെ ഈ ഡാൻസേഴ്സ് ഒക്കെ പറയുന്നത് നല്ല രസമായിരുന്നു. അവര് ശരിക്കുള്ള ഐസ്ക്രീം ആണോ എന്ന് എനിക്ക് സംശയം തോന്നി. പക്ഷേ അതെ, ശരിക്കുള്ള കഴിച്ചു. ഐസ്ക്രീമാ. അത് കഴിച്ചു. ഇതാണ്ട ശരിക്കുള്ള. അവിടെ വിളി തുടങ്ങി. ഞാനും കഴിച്ചു. അടി ആ ആണോ? ആ അത് കണ്ടപ്പോ എനിക്ക് പഴയ കാലം ഓർമ്മ വന്നു കേട്ടോ. ഇപ്പൊ കഴിക്കാറില്ല ഞാൻ, ഒരു 10 വർഷം കൂടുമ്പോ ഒക്കെ കഴിക്കത്തുള്ളൂ. പക്ഷെ പണ്ട് ഞാൻ സ്ഥിരമായിട്ട് കഴിക്കുമായിരുന്നു. അവിടെ സിംല ഐസ്ക്രീംസ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഉണ്ട്. അപ്പൊ അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ കപ്പിനകത്ത് ഒരു ഉണ്ട പോലെ ഒരു സാധനം ഉണ്ട്. ആ ഓർമ്മയൊക്കെ ഞാൻ ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് സിംല ഐസ്ക്രീം കഴിക്കാൻ പോകും. ആ അന്ന് 1 രൂപയേ ഉള്ളു കേട്ടോ ഒരു ഐസ്ക്രീം. ആ 1 രൂപ. അതൊരു കാലം. എന്തായാലും നന്നായിരുന്നു. എന്തായാലും ഈ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഇത് പപ്പയുടെ സ്വന്തം അപ്പൂസ്, നല്ല ചിത്രമാണ്. ഇതിനകത്ത് ഒരുപാട് പാട്ടുണ്ട്, അറിയാമോ? ഒലത്തുമുത്തിരുന്ന വെയിലാണ്. ആ പാട്ട്, അങ്ങനെ ഒരുപാട് നല്ല പാട്ടുകളുള്ള നല്ല, അതായത് വളരെ സൂപ്പർ ഹിറ്റ് ഫിലിമാണിത്. പാച്ചിക്കയാണ്. ഇപ്പം പാച്ചിക്കയ്ക്ക് ഒരു ഹായ് പറയുന്നു. ഒരുപാട് പാട്ടുകൾ എനിക്ക് തന്നിട്ടുണ്ട്, അതുപോലെ ഫഹദും. ഓക്കെ, ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് രാജാ സാറിന്റെ മ്യൂസിക്കാണ്. പക്ഷെ അതിന് മുകളിൽ ബിച്ചു ഏട്ടനെ സമ്മതിച്ചു കൊടുക്കണം. ഇങ്ങനെ ഒരു സബ്ജക്റ്റ് കൊടുത്തിട്ട് ഒരു പാട്ട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ബിച്ചു ഏട്ടനല്ലാതെ വേറൊരു മനുഷ്യനെ കൊണ്ടും ഇതുപോലെ എഴുതാൻ പറ്റില്ല. അതായത് കൊച്ചുമകൻ, കോതമകൻ, കച്ച വാങ്ങാൻ പോയി, ഇതെല്ലാം ട്യൂണിലാണല്ലോ എഴുതുന്നത്. അദ്ദേഹത്തിന്റെ ഒത്തിരി പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട്. ഇതേപോലത്തെ ഈ സിദ്ദിഖ് ലാൽ പടത്തിൽ അതിനകത്തെല്ലാം ഈ ടൈപ്പാണ്. ഇത് എഴുതാൻ വലിയ പ്രയാസമാണ് മോനെ. പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പാടി. വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സർ. ഈ പാട്ട് ശരിക്കും പറഞ്ഞാൽ പാടണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇത് ഫുൾ ഹൈ റേഞ്ചിലാണ്, കുറേ വാക്കുകളും ഉണ്ട്. ആ ഹൈ റേഞ്ചിൽ നിന്ന് ശ്വാസമൊക്കെ പിടിച്ച് പാടണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടുള്ളൊരു പാട്ടാണ്. കേൾക്കുമ്പം ഒരു പെപ്പി സോങ് ആയിട്ട് തോന്നുമെങ്കിലും മോൾ അതെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് പരമാവധി ശ്രമിച്ച് നന്നായിട്ട് തന്നെയാണ് പാടിയത് കേട്ടോ. അടിപൊളി. എനിക്ക് ഇതിൻ്റെ ചരണത്തിൽ നേരാവാം അത് നേരാവാം എന്നുള്ള ലൈനില്ലേ, ആ ലൈൻ മോള് പാടിയപ്പോൾ ഉണ്ടായ ഒരു ഗ്രിപ്പ്, അവിടെയാണ് എനിക്കൊരു പ്രശ്നം തോന്നിയത്. അതായത് അവിടെ ഇങ്ങനെ ബീറ്റ് പോകുന്നതിൻ്റെ ഇടയിൽ കൂടി ടൈറ്റായിട്ട് അവിടെ പാടണം. ഇതെന്താന്ന് വെച്ചാൽ ഓൺ ബീറ്റും വരണം, ആ നോട്ടും കറക്റ്റായിട്ട് അടിക്കണം. അപ്പോൾ അത് രണ്ടും കൂടി ചേർന്ന് വരുമ്പോഴാണ് ഇതിപ്പോൾ എന്താ വെച്ചാൽ ആ നോട്ട് ഒരു പൊട്ടിക്ക് കേട്ടോ, വലിയൊരു തെറ്റല്ല, വളരെ പൊട്ടിക്ക്. അത് ശുദ്ധമല്ലാണ്ട് കുറച്ച് ഫ്ലാറ്റും താളം കുറച്ച് എഴഞ്ഞും വരുമ്പം ഫുള്ളായിട്ടൊന്ന് എന്തൊക്കെയോ പറ്റിപ്പോയാൽ മതി. പിന്നെ അത് ഒന്ന് കയറി ഒരു 2-3 വാക്ക് മോൾ പാടിക്കഴിഞ്ഞാൽ അതിലങ്ങ് വീണ് കറക്റ്റായിട്ട് ലോക്കായി. അപ്പൊ മോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഈ സിഗ്സാക്ക് പോകുന്ന സമയത്തൊക്കെ എവിടെ കറക്റ്റ് തൊടണം താളം, ഈ ശ്രുതിയും താളവും മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഓക്കെ, അല്ലാതെ എനിക്ക് കാര്യമായിട്ട് പ്രശ്നമൊന്നുമില്ല. ഞാൻ വേറെ ഒന്നും തന്നെ എനിക്ക്, കാരണം ഞാനിങ്ങനെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു മോള് പാടുന്നത്. ബിച്ചു സാറിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എൻ്റെ വെരി ഫസ്റ്റ് പ്രോജക്റ്റ് ഞാൻ പടം ചെയ്യുന്നതിന് മുമ്പേ ഒരു ഓണപ്പാട്ടിൻ്റെ ഒരു കാസറ്റ് ചെയ്തിരുന്നു. അത് ചിത്ര ചേച്ചിയുടെ ആയിരുന്നു, ചിത്തിരപ്പാട്ട് എന്നായിരുന്നു പേര്. അപ്പോൾ അതിൽ എഴുതിയത് ബിച്ചു സാറായിരുന്നു. അപ്പോൾ എനിക്ക് ബിജു സാറിൻ്റെ കൂടെ വർക്ക് ചെയ്ത് ഒരു ശീലവും ഒരു എക്സ്പീരിയൻസും ഇല്ല. അപ്പം അങ്ങനെ ഞാൻ ട്രിവാൻഡ്രം ക്ലബ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ബിജു സാറുമായിട്ട് ഇരുന്നത്. ബിജു സാറുമായിട്ട് ഓണപ്പാട്ട് കമ്പോസ് ചെയ്ത് ആദ്യം ട്യൂൺ കേൾപ്പിച്ചു കഴിഞ്ഞപ്പോൾ എഴുതാം രാവിലെ ചെന്നത്. കുറേ നേരം അദ്ദേഹം ഇങ്ങനെ ന്യൂസ് പേപ്പർ ഇങ്ങനെ വായിച്ച് ട്യൂൺ പാടിക്കോ എന്നൊക്കെ പറഞ്ഞു. അന്നത്തെ ചൂടുള്ള വാർത്തയായിരുന്നു കിണറുകളെല്ലാം മൂടിപ്പോകുന്നു എന്ന് പറയുന്നൊരു സംഭവം. പലയിടത്തും കിണർ കാണാതെ ആവുക. അപ്പോൾ അദ്ദേഹം പറയും എന്തൊക്കെയാ കാലം. പാട്ട് എഴുതി തുടങ്ങിയപ്പം പുള്ളി എഴുതുന്ന പാട്ടിൽ കംപ്ലീറ്റ് അന്നത്തെ ഓണം എങ്ങനെ എന്നാണ് പുള്ളി അതിൽ എഴുതുന്നത്. ഇപ്രാവശ്യത്തെ ഓണംനെ കുറിച്ചുള്ള ഹൈലൈറ്റ്സ്. അപ്പോൾ അതിൽ ഒരു പാട്ടിൻ്റെ ഇടയിൽ കിണർ പോലും മറയും നേരം എന്ന് പറഞ്ഞിട്ട് പുള്ളി അതിൽ കൊണ്ടുവന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി. പുള്ളി പറഞ്ഞത് അത് ഇന്നത്തെ കാലം, നമ്മൾ ഓണം എന്ന് പറയുമ്പോൾ പണ്ടത്തെ മഹാബലിയുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ ഓണം എങ്ങനെയാണ്, കിണർ പോലും മറയും നേരം എന്ന് പറഞ്ഞ് വളരെ പോയറ്റിക്കായിട്ട് ആ വരി കൊണ്ടുവന്ന ഒരു മഹാനായ റൈറ്ററാണ് നമ്മുടെ ബിച്ചു സാർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടിന് അദ്ദേഹത്തിന് വലിയൊരു കയ്യടി. എന്തായാലും ബിച്ചു സാറിന് എനിക്ക് ഓർക്കാൻ മോൾ ഇങ്ങനെ ഒരു പാട്ട് കൊണ്ടുവന്നു. മാത്രമല്ല മോൾ നന്നായിട്ട് പാടി. സൂപ്പർ. താങ്ക് യു സർ. ശ്രീനന്ദ, ഐ എം വെരി പ്രൗഡ് ഓഫ് യു. താങ്ക് യു മാം. ഒരുപാട് സന്തോഷം. ബിക്കോസ് ഈ കോൺഫിഡൻസ് അല്ലേ
ത്രൂ ഔട്ട് ദ സോങ് നല്ല ഒരു എന്താ പറയുക, വളരെ മെജസ്റ്റിക് ആയിരുന്നു എൻ്റെ പെർഫോമൻസ്. പാടിയത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ചരണത്തിൻ്റെ തുടക്കമാണ് എനിക്ക് കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയിട്ട് എടുക്കാമെന്ന് തോന്നി. ആ ഒരു സംഗതി പെട്ടെന്ന് പാടിയാൽ നമുക്ക് ഈസി ആയിട്ട് ടെമ്പോയിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും. അതാണ് പറയാൻ വന്നത്. പക്ഷെ ആദ്യത്തെ ലൈന് കേട്ടപ്പോൾ വളരെ ഒരു അതിമനോഹരമായിരുന്നു. അത് മോളുടെ വോയിസിൽ വളരെ കൺവിൻസിങ് ആയിരുന്നു, വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ മോളുടെ പെർഫോമൻസും കുറച്ചുകൂടി ഇനിയിപ്പോൾ പാട്ടൊക്കെ ഒന്ന് നേരാക്കി അല്ലേ, അപ്പോൾ കുറച്ചുകൂടി പെർഫോമൻസ് ഒന്ന് നമ്മൾ ചെയ്യാമെന്ന്. ഇത് പെർഫോമൻസ് റൗണ്ട് അല്ലേ, അപ്പോൾ വളരെ കുറച്ച് പെട്ടെന്ന് സീരിയസ് ആവാതെ അങ്ങനെ കാഷ്വൽ ആയിട്ട് ഒന്നുകൂടി ശ്രമിക്കാന്ന് തോന്നി. അതല്ലാതെ ഐ തിങ്ക് ഇറ്റ്സ് എ ലോട്ട് ഓഫ് ഇംപ്രൂവ്മെന്റ് ഓൺ യുവർ പാർട്ട്. രാജാ സാറിന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു ടെമ്പോയില് കുറേ സോങ്സ് ചെയ്തിട്ടുണ്ട് തമിഴിൽ, എസ്പെഷ്യലി കമലഹാസൻ സാറിന് വേണ്ടി. അതിൻ്റെ ഒരു ഭം ചിക്ക് ഭം ചിക്ക് ഭം ചെ ഭം 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 ചിക്ക് ഭം ചിക്ക് ഭം ചെ ഭം bum chicka bum chicka bum chicka bum 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 chicka bum chicka bum chicka bum kaka kaki kiko kaka keko kuku keke kaka kaki kiko kaka keko kuku keke புதுச்சேரி கச்சேரி அக்கச்சக்க பாட்டி ஒன்று படிச்சேன் புது டைகர் ஆச்சாரி வரராச்சாரி போல பொடிச்சேன் பாப்பாக்கு முத்து போய் பல்லாக்கு சேர்க்கும் மக்காக்கு மேலாக்கு புது காட்டுக்கும் பாட்டுக்கும் கூத்துக்கள் போடுது கட்டிட கத்திட்டு புதுச்சேரி கச்சேரி எக்கச்சக்க பாட்டி ஒன்று பிடிச்சேன் പുതു ടൈഗർ ആചാരി വരദാചാരി പോലെ പഠിച്ചേൻ. ഇതൊരു പാട്ടാണ്. അത് എല്ലാ ഇൻസ്ട്രുമെന്റ്സും ഇങ്ങനെ കട്ടി അങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റ് പ്ലെയർ പോലെ കമൽഹാസൻ സാർ വരും. പിന്നെ ഇന്നൊരു പാട്ട് അതിൽ ചാർലി ചാപ്ലിൻ പോലാണ്. മാമാവക്ക് കുടുമാ കുടുമാ അടിയൊന്നേ ഒന്നേ ഓ മാമൻ പോലെ വരുവാ വരുവാ ഏ കണ്ണേ കണ്ണേ കച്ചക ചച്ച ചികച്ച കിച്ചക ബംബം ചിക്കക ചച്ച പരിക്കച്ച മാമാവക്ക് അട മാമാവക്ക് അട മാമാവക്ക് കുടുമാ കുടുമാ അടിയൊന്നേ ഒന്നേ ഇങ്ങനെ പല സോങ്സ് ഇങ്ങനെ ഒരു കോമഡി മോഡിൽ ചെയ്തിട്ടുണ്ട് രാജാ സർ. അതൊക്കെ ഓർമ്മിപ്പിച്ചു. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് സോങ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മോൾ. താങ്ക് യു മാം. ആദ്യം തന്നെ വലിയൊരു കയ്യടി. താങ്ക് യു സർ. അമ്മ വന്നതുകൊണ്ടാണോ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടാണോ എന്നറിയില്ല, നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അതെ കേട്ടോ, ശ്രുതിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച്. ഓക്കെ സർ. അപ്പോൾ വളരെ ചെറുതായിട്ട് ശ്രുതി പോകണുള്ളൂ. അപ്പോൾ അത് ഒരു നല്ല കാര്യമാണ്, നല്ലൊരു സൈനാണ്. ഓക്കെ, ബാക്കിയെല്ലാം വളരെ നന്നായിട്ട് പാടി. ഇപ്പൊ മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നു, പ്രശ്നങ്ങളൊക്കെ. എനിക്ക് തോന്നിയത് അനുപല്ലവിയിലും ചരണത്തിനും ഫസ്റ്റ് ലൈൻസ് ഇല്ലേ, അത് ചരണത്തിനും ഈ രണ്ട് ഭാഗത്തും കുറച്ച് ഒരു പ്രശ്നം പോലെ തോന്നി. ബാക്കി മോള് വളരെ നന്നായിട്ട് പാടി കേട്ടോ. മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന സിനിമയില് രാജാ സാർ തന്നെ ചെയ്തതാണ്. ആലിപ്പഴം പെറുക്കാൻ പീലിക്കൂട നിവർത്തി, ആലിപ്പഴം പെറുക്കാൻ പീലിക്കൂട നിവർത്തി, പൂങ്കുരുവി പൂവാങ്കുരുവി പൊന്നോലഞ്ഞാലിക്കുരുവി വഴിവാ, ലാത്തിരി പൂത്തിരി പുഞ്ചിരിച്ചപ്പോ കമ്പിത്തിരി മത്താപ്പോ, ലാത്തിരി പൂത്തിരി പുഞ്ചിരിച്ചപ്പോ കമ്പിത്തിരി മത്താപ്പോ, മനസ്സേ ആസ്വദിക്കൂ ആവോളം, മനസ്സേ ആസ്വദിക്കൂ ആവോളം, ലാത്തിരി പൂത്തിരി പുഞ്ചിരിച്ചപ്പോ കമ്പിത്തിരി മത്താപ്പോ, മനസ്സേ ആസ്വദിക്കൂ ആവോളം, മനസ്സേ ആസ്വദിക്കൂ ആവോളം. കേട്ടിട്ടില്ലേ? അതൊക്കെ ഏകദേശം ഈ ഒരു റൂട്ടിൽ പോകുന്ന പാട്ടുകളാണ്. അപ്പൊ എന്തായാലും കലക്കി, ഇതുപോലത്തെ ഇമ്പ്രൂവ്മെന്റ് ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു സർ. എം ജി അങ്കിളെ, നമുക്കിപ്പോ ഒരു വീഡിയോ കാണാമേ, നോക്കോ. നീലാപ്പൂവ് പാരാകെ ഒരു പൂങ്കാവ് മേലേ. ഹായ്, ഞാനിപ്പോൾ എൻ്റെ ഫാമിലിയുടെ കൂടെയാണ് ഇരിക്കുന്നത്. ഇത് അച്ഛൻ ജയദേവ്, ഇത് അമ്മ ധനുശ്രീ, ഇത് എൻ്റെ അനിയത്തി ശ്രീബാല, ഇത് അമ്മായി, ഇത് അമ്മാവൻ, ഇവർ രണ്ടുപേരുടെ കസിൻസ്, പിന്നെ അത് വിജയാൻറ്റി. അമ്മയെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. കുറേ ദിവസമായി കണ്ടിട്ട്. മിഥുവിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അവൾ ആദ്യം എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ഇപ്പം കളിക്കാനൊക്കെ ഇരിക്കുന്നുണ്ട് എൻ്റെ കൂടെ.
മോള് വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ, അതായത് ഈ മോളുടെ പ്രായത്തിലേ തന്നെ പാടുമായിരുന്നു. അപ്പോഴൊക്കെ ഞങ്ങൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ച് കേൾക്കും. അന്നൊക്കെ വലിയ ആഗ്രഹമായിരുന്നു ഏതെങ്കിലുമൊക്കെ വലിയ സ്റ്റേജിൽ ആരുടെയെങ്കിലുമൊക്കെ മുന്നേ പാടി കാണണം എന്നൊക്കെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. മോള് ആദ്യമായിട്ട് ഈ സ്റ്റേജിൽ പാടി തുടങ്ങിയപ്പോൾ അവൾക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ജഡ്ജസ് ഒക്കെ കുറേ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് ആ പോയിന്റ്സ് ഒക്കെ കേട്ടിട്ട് മോൾക്ക് ഇപ്പം നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. മോള് ടോപ്പ് സിംഗറിൽ വരുന്നതിന് മുന്നേ വരണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അവള് പാട്ട് പാടി തുടങ്ങിയതാണ്. ഇപ്പോൾ പിന്നെ ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഷോയിൽ അവള് വന്നതിൽ സന്തോഷമുണ്ട്. അവൾക്കത് നന്നായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. അറിയോ? അപ്പോൾ ഇപ്പൊ നമ്മൾ പരിചയപ്പെട്ടതാണ് എൻ്റെ കുടുംബം. അപ്പോൾ എല്ലാവർക്കും ചാച്ച. കണ്ടം വഴി ഓടിയത് അതെന്താ ശ്രീനന്ദ, അതെന്താ ഇറങ്ങി ഓടിയത്? എന്നാലും ഇങ്ങനെ ഒരു ഓട്ടം പ്രതീക്ഷിച്ചില്ല കേട്ടോ. പുള്ളിയുടെ പേരെന്താ? മാധവ് നായർ. ആ പയ്യന്റെ ഓടിപ്പോയ കൊച്ചിന്റെയോ? ആ ഓടിയ കൊച്ചിന്റെ പേരോ? മാധവ്. അങ്ങനെയാ? മാധവ് നായർ. എന്തായാലും മാധവ് നായർ എന്നല്ലേ വിളിക്കത്തുള്ളൂ. കാരണം ഈ കാലഘട്ടത്തിൽ ആ കൊച്ചിന് വളരെ ഭയങ്കര പ്രയാസമായിരിക്കും സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്ക്. മാധവ് നായരെ വന്നേ. അവന് ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഒരു പൂക്കറ്റി കൊടുക്കും, കണ്ടം വഴി ഓടിയതിന്. അപ്പൊ മോടെ മാർക്ക് 8.5 out of 10. ശ്രീനന്ദ, മോൾക്ക് അങ്കിളും തരുന്നു 8.5. ശ്രീനന്ദക്കുട്ടി, ഞാനും അനുമാമും ചേർന്ന് മോൾക്ക് തരുന്നു 9 out of 10. So you got 26 out of 30. അപ്പൊ മോൾക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് A Extreme. ആടിയൊരു മാധവൻ നായർ പൂക്കുറ്റി. Congratulations, you are awarded A Extreme. MG ഞങ്ങള് നമ്മുടെ ടോപ്പ് സിംഗറിലെ ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണ്? സാറേ ബേവനാ സാറേ, പിന്നല്ല ആരാ സാറേ? വെൽക്കം ബേവൻ ഓൺ സ്റ്റേജ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പാട്ടുകളും പെർഫോമൻസും ഒക്കെ ആയിട്ട് ഇന്നത്തെ എപ്പിസോഡ് തൽക്കാലത്തേക്ക് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ദിവസം നമ്മൾ വീണ്ടും കാണും. Till then, bye bye from me, Ruby.